അടുത്ത ടോപ്പിക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. അപ്പം ഇവിടെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഏത് ഡേറ്റയാണോ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റയുടെ മീഡിയൻ ഫൈൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് അൺഗ്രൂപ്പ്ഡ് സീരീസ് ആണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം അൺഗ്രൂപ്പ്ഡ് സീരീസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് n+1/2th ടേം. ഇവിടെ എത്ര വാല്യൂസ് ഉണ്ട്? ഇവിടെ എണ്ണണം 1 2 3 4 5 6 7 വാല്യൂസ് ഉണ്ട്. 7 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ്, അതായത് 7+1 നമുക്ക് 8 കിട്ടും. 8 ഡിവൈഡഡ് ബൈ 2, 8 ഡിവൈഡ് ബൈ 2 വിൽ ഗെറ്റ് 4. അപ്പം ദാറ്റ് മീൻസ് ഫോർത്ത് ഐറ്റം ആണ് നമ്മുടെ മീഡിയൻ. ഇവിടുത്തെ ഫോർത്ത് ഐറ്റം ഏതാണ്? ഒന്നും കൂടെ എണ്ണണം. 1 2 3 4. അപ്പം ഇത് ഷഫിൾഡ് ആയിട്ടാണ് നമ്മുടെ വേരിയബിൾസ് തന്നിരിക്കുന്നതെങ്കിൽ, എക്സ് വേരിയബിൾസ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് വേണം ഈ ഫോമുല ഉപയോഗിക്കാൻ. അപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദ ഫോർത്ത് ഐറ്റം ദാറ്റ് ഈസ് 23 ആണ് നമ്മുടെ മീഡിയൻ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ മീഡിയൻ കണ്ടുപിടിച്ചു. മീഡിയൻ കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് നാച്ചുറലി എക്സ് മൈനസ് മീഡിയൻ ആണ്. എം എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്, എക്സ് മൈനസ് മീഡിയൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ 23 മൈനസ് 15 അല്ലേ? ഇവിടെ 23 മൈനസ് 15 ആണ് ആദ്യമേ ചെയ്യേണ്ടത്. അപ്പം 23 മൈനസ് 15 വിൽ ഗെറ്റ് 8. ദെൻ 19 മൈനസ് 23 minus 15 അല്ല, 15 minus 23 will get 8. And here x minus m, 19 minus 23 4 കിട്ടും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇവിടെ 2 വരും, പിന്നെ 0, again will get 2 4 and 17. ഇതിന് ശേഷം നമ്മൾ ഫോമുല ഉപയോഗിക്കണം. ഫോമുല എന്താണ്? MD, അതായത് മീൻ ഡീവിയേഷൻ ഓഫ് മീഡിയൻ. എന്താണ് മീൻ ഡീവിയേഷൻ ഓഫ് മീഡിയൻ? ഇസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് എക്സ് മൈനസ് എം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് മൈനസ് എം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളിവിടെ ഇതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 37 എന്ന് കിട്ടും. സോ ഹിയർ ഇറ്റ് ഈസ് 37 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്, ദാറ്റ് ഇസ് 7, which is equal to we'll get 5.29. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറയുന്നത് 5.29 ആണ്. അടുത്തത് ഇറ്റ് ഈസ് ഫ്രം ഫ്രീക്വൻസി ടേബിൾ. ഫ്രീക്വൻസി ടേബിളിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് നമ്മുടെ വാല്യൂസ് x1 x2 x3, അതായത് എക്സിൻ്റെ വാല്യൂസ് ആദ്യത്തെ വാല്യൂ, സെക്കൻഡ് വാല്യൂ ആൻഡ് തേർഡ് വാല്യൂ, അങ്ങനെ എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും, അതാണ് xn എന്ന് പറയുന്നത്. അത്രയും വാല്യൂസ് ഓഫ് വേരിയബിൾ ആണ് നമ്മുടെ കയ്യിലുള്ളത്. പ്ലസ് മിഡ് വാല്യൂസ് ആണ്. ഏതിൻ്റെ കേസിൽ? കണ്ടിന്യൂസ് ഫ്രീക്വൻസി, അതായത് നമ്മൾക്ക് ക്ലാസ് ഇൻ്റർവെൽ വെച്ച് ഫ്രീക്വൻസി തരുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് എടുക്കേണ്ടത്? മിഡ് വാല്യൂസ് ആണ് ആദ്യമേ എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഫ്രീക്വൻസീസ് ഉണ്ട്. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട്? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് F1 F2 till Fn. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ ആസ് യൂഷ്വൽ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് x1 മൈനസ് മീഡിയൻ കണ്ടുപിടിക്കുക. ദെൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ആദ്യത്തെ ടേം. F1 ഇൻറ്റു മോഡുലസ് x1 മൈനസ് മീഡിയൻ. പിന്നെ അടുത്ത വാല്യൂ സെയിം F2 ഇൻറ്റു x2 മൈനസ് മീഡിയൻ. അങ്ങനെ ലാസ്റ്റ് വരെ ഡിവൈഡഡ് ബൈ എത്ര? ഫ്രീക്വൻസിയുടെ ടോട്ടൽ ക്യാപിറ്റൽ N. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് സിഗ്മ F ഇൻറ്റു എക്സ് മൈനസ് എം ഡിവൈഡഡ് ബൈ N. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കിവിടെ ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയും തന്ന സ്ഥിതിക്ക് നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? മീഡിയൻ്റെ ഇതിൽ ആദ്യമേ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുക. അപ്പം മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ 5 നമ്മൾ ആദ്യത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾക്കറിയാം, എന്നാലും ഐ എം റിപ്പീറ്റിംഗ് വൺസ് മോർ.
ഫസ്റ്റ് വൺ ഫ്രീക്വൻസി നമ്മൾ അതുപോലെ തന്നെ എടുത്തെഴുതും. രണ്ടാമത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും കൂടെ ആഡ് ചെയ്തെഴുതും. മൂന്നാമത്തെ എന്ന് പറയുന്നത് 13 + 15. അപ്പോൾ നമുക്ക് എന്താണ് 28 കിട്ടും. ദെൻ 28 + 16 വിൽ ഗെറ്റ് 44. അവസാനത്തത് 44 + 6 വിൽ ഗെറ്റ് 50. ഇനി നമ്മൾ മീഡിയൻ്റെ ഫോർമുല ഉപയോഗിക്കുകയാണ്. മീഡിയൻ്റെ ഫോർമുല m = L + ബ്രാക്കറ്റിൽ n/2 മൈനസ് m × c ഡിവൈഡഡ് ബൈ f ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഏതാണ് മീഡിയൻ ക്ലാസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? n/2 എന്തുവാന്ന് കണ്ടുപിടിക്കാം. n/2 എത്രയാണ്? 50 / 2 നമുക്ക് 20